ഹായ് സുഹൃത്തുക്കളെ, CSEB-യുടെ പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അതിനു വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ സഹകരണ പരീക്ഷാ ബോർഡ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ CSEB-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്ന തസ്തികകൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ജൂനിയർ ക്ലർക്ക് തസ്തികയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ചില വ്യത്യാസങ്ങൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിശദമായിട്ട് നമുക്ക് നോക്കാം. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ്, ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ്, ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 to class 7, ദെൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള ഇത്രയും തസ്തികകളിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പറൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ തസ്തികകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ജൂനിയർ ക്ലർക്ക് എന്നുള്ളത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ഒറ്റ പോസ്റ്റിലേക്ക് ഒറ്റ പരീക്ഷയായിട്ടായിരുന്നു ജൂനിയർ ക്ലർക്ക് നടത്തിയിരുന്നത്. പക്ഷെ ഇവിടെ 3 സെപ്പറേറ്റ് വിജ്ഞാപനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ 3 സെപ്പറേറ്റ് എക്സാംസ് ആയിരിക്കും നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ഈ വ്യത്യാസം വരുന്നത്. ഇപ്പൊ എല്ലാ ബാങ്കും ഒരേ ക്ലാസ്സിലല്ല. ഇപ്പൊ സഹകരണ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്ത് നമ്മുടെയൊക്കെ അടുത്ത് ഒരുപാട് സഹകരണ ബാങ്കുകളുണ്ട്. അപ്പൊ അതൊക്കെ പല പല ക്ലാസ്സുകളിലാണ് ഉള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള നിയമനമാണ് ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് എന്നുള്ളത്. ക്ലാസ് 1 ബാങ്കുകളിലേക്കുള്ള നിയമനമാണ് ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് എന്നുള്ളത്. ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിലേക്കുള്ള നിയമനമാണ് മൂന്നാമത് കാണുന്ന ജൂനിയർ ക്ലർക്ക് നിയമനം എന്ന് പറയുന്നത്. നേരത്തെ ഇത് 3ഉം കൂടെ ഒരൊറ്റ പരീക്ഷയായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ അത് 3 സെപ്പറേറ്റ് പരീക്ഷയായിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് യോഗ്യതയ്ക്കോ അല്ലെങ്കിൽ പരീക്ഷയുടെ സിലബസിനോ ഒന്നും മാറ്റമില്ല. അപ്ലൈ ചെയ്യുമ്പോൾ 3ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമേ അതിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തേത് ജൂനിയർ ക്ലർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന പരീക്ഷ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാം. കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ജൂനിയർ ക്ലർക്ക് 20 ബാങ്ക് സംസ്ഥാനം ഒട്ടാകെയുള്ള 20 സഹകരണ ബാങ്കിൽ വേക്കൻസി ഉണ്ട്. 57 പോസ്റ്റുകളിലേക്ക് ജൂനിയർ ക്ലർക്ക് 57 പോസ്റ്റുകളിലേക്കുണ്ട്. ഇനി സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. 58 ബാങ്കുകളിലേക്ക് നിയമനം നടക്കുന്നുണ്ട്. 150 വേക്കൻസികളാണ് അവിടെ ഉള്ളത്. ഇനി ക്ലാസ് 2 to 7 ബാങ്ക് എന്ന് പറഞ്ഞാൽ 18 ബാങ്കുകളാണ് ഉള്ളത്. അതിൽ 18 ബാങ്കുകളാണ് ഇപ്പോൾ ഒഴിവുള്ളത്. 21 വേക്കൻസികളാണ് അതിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ വിജ്ഞാപനം എടുത്ത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലുള്ള ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കി വെക്കുക. എല്ലാ ബാങ്കുകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓൺലൈനായിട്ടാണ്, നിങ്ങൾ പ്രത്യേകിച്ച് ഓഫ്ലൈനായിട്ടൊന്നും ചെയ്യേണ്ട. ഓൺലൈനായിട്ട് തന്നെ ഓരോ വ്യത്യസ്തമായ ബാങ്കുകളിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്നിനും അപേക്ഷാ ഫീയും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഒരു OMR എക്സാം ഉണ്ട്, 100 മാർക്കിന്റെ OMR എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ OMR 100 മാർക്കും ഇന്റർവ്യൂ അതാത് ബാങ്കുകളാണ് നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോ പത്തനംതിട്ട ജില്ലയാണെങ്കിൽ ഒരുപാട് ബാങ്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബാങ്കിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 5 ബാങ്കിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. 5 ബാങ്കിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരും. സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബാങ്കിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് രീതി. അപ്പൊ ഇതൊക്കെ വിശദമായിട്ട് എന്താണ് ഈ പറഞ്ഞ ഈ ഗ്രേഡുകളിലുള്ള ഡിഫറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വീഡിയോകൾ ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് കാണാം. ആ വെബിനാറിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്താണ് ഇതിന്റെ ഡിഫറൻസ്, കീ ഡിഫറൻസ് വരുന്നത്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ, നമ്മൾ പഠിക്കേണ്ട സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെബിനാറിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീക്ക് ആണ് വെബിനാർ നടക്കുന്നത്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. വെബ്സൈറ്റ്, ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്? cseb.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വഴിയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ്. പണ്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അത് വേണ്ട, ഓൺലൈനിൽ തന്നെയാണ്. ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് August 31 ആണെന്നും കൂടെ മനസ്സിലാക്കുക. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻസ്? ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ SSLC + JDC ആണ് ഇതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. ഏതിന്? ജൂനിയർ ക്ലർക്കിന്. ജൂനിയർ ക്ലർക്കിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഒക്കെ വേറെയാണ്. പക്ഷേ ജൂനിയർ ക്ലർക്കിന്റെ കേസിൽ SSLC + JDC ആണ് അടിസ്ഥാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതല്ല, നിങ്ങൾക്ക് BCom കോർപ്പറേഷൻ, നിങ്ങൾ BCom പഠിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ അതിനകത്ത് സ്പെഷ്യലൈസേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് HDCയോ JDCയോ വേണ്ട. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി, ഇപ്പൊ BTech ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏത് ആർട്സ് ഡിഗ്രി ആണെങ്കിലും സയൻസ് ഡിഗ്രി ആണെങ്കിലും അതേ പ്ലസ് HDC കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ കാർഷിക സർവകലാശാല നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്നുള്ളത്. അത് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇതിന് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 31 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. CSEBയുടെ വെബ്സൈറ്റിൽ പോയി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. I+ന്റെ കോഴ്സ് നോക്കിയാൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ഈ രംഗത്ത് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഫാക്കൽറ്റികൾ നയിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ഫുൾ സിലബസ്, നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ സിലബസിൽ മാറ്റമുണ്ട്. ആ ഫൈനൽ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള, ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് വളരെ ചെറിയ ഫീസിൽ അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് വിന്നേഴ്സ് ഇതിന് മുൻപേ ഉള്ള സൈക്കിളിൽ നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വെബിനാർ നടത്തുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.